വ്യക്തമായും. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രി എത്തി, അവരുടെ പ്രതീക്ഷകൾ എന്ത് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ BJPയുടെ പ്രചരണം തുടങ്ങിയിരിക്കുകയാണ് അവർ ഇന്ന്. LDFന്റെ കാൻഡിഡേറ്റുകൾ, അത് നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞതാണ്, ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് VD സതീശൻ പറയുന്നു ഞങ്ങൾ നാളെ അതിലേക്കൊക്കെ കടക്കും, ആലോചന ഒക്കെ നടക്കുന്നു എന്ന കാര്യമാണ്. നിങ്ങൾക്ക് സിറ്റിംഗ് സീറ്റായിരുന്നു, സിറ്റിംഗ് MP-മാർ മത്സരിക്കാനുള്ള തീരുമാനം നിങ്ങൾ നേരത്തെ എടുത്തിരുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് വളരെ മുമ്പേ തന്നെ ഈ രീതിയിൽ പ്രചരണ രംഗത്തേക്കൊക്കെ ഇറങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളത് വെച്ച് താമസിപ്പിക്കുന്നു. നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി അത് ജനങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുടെ സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളുടെ സാധ്യത ഇല്ലാതാക്കുകയാണ്. രേണു, അങ്ങനെ അതിനെ കാണണ്ട. ഇപ്പൊ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൽ അത്ഭുതമൊന്നും കാണാനില്ലല്ലോ. കഴിഞ്ഞ വട്ടവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും LDFന്റെ സ്ഥാനാർത്ഥികളെ ആദ്യമേ അവർ പ്രഖ്യാപിച്ചതാണ്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടതല്ലേ, 19 സീറ്റും UDF തൂത്തുവാരി. ആലപ്പുഴയിൽ സീറ്റ് നിസ്സാര വോട്ടിനാണ് കോൺഗ്രസ് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് പ്രത്യേക ഒരു മേൽക്കൈ കിട്ടുമെന്ന് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടു. അവിടെ നിങ്ങളുടെ സമീപനം അതായിരുന്നില്ല. ഇടപെടുകയാണെന്ന് തോന്നരുത്. 2 ഉപതെരഞ്ഞെടുപ്പുകൾ കണ്ടു. അവിടെ നിങ്ങളുടെ സമീപനം അതായിരുന്നില്ല. ഏറ്റവും ആദ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഏറ്റവും മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് പോലും വലിയ നേട്ടമായി അവകാശപ്പെടുക പോലും ചെയ്തു പ്രതിപക്ഷ നേതാവ്. അല്ല, അതിൽ നിങ്ങൾ ഇടപെട്ടതിൽ ഞാനൊന്നും പറയുന്നില്ല. അത് 2 ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിനെ നേരത്തെ പ്രഖ്യാപിച്ചു എന്നുള്ള വാസ്തവമാണ്. അതിന്റെ മെറിറ്റ് ഞങ്ങൾ അവകാശപ്പെടുകയും ചെയ്യുന്നു. ഇതിലിപ്പോൾ LDF അവരുടെ അവകാശപ്പെട്ടോട്ടെ, നമുക്കൊരു പരാതിയില്ല. അവർ നേരത്തെ പ്രഖ്യാപിച്ചതുകൊണ്ട് അവർക്ക് വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ പറഞ്ഞോട്ടെ, നമുക്ക് പ്രശ്നമില്ല. നാട്ടുകാരല്ലേ തീരുമാനിക്കുന്നത് ആർക്ക് വോട്ട് ചെയ്യണം, ആര് ജയിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. കേരളത്തിലെ പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധമുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന ഭരണത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ജനവികാരം കേരളത്തിലെ ജനങ്ങൾക്കിടയിലുണ്ട്. ഇപ്പോൾ BJPയുടെ പ്രതിനിധി തന്നെ അഴിമതി ഇല്ലാതാക്കി എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് അഴിമതി ഇല്ലാതാക്കി എന്ന് പറയുന്നതിൽ ഒരു പരിധി വരെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ നടത്തുന്ന അഴിമതികൾ ഇല്ലാതായി എന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് അഴിമതിക്കാരെന്ന് പറഞ്ഞ് BJP സമരം ചെയ്തുകൊണ്ടിരുന്ന, BJP എതിർത്തുകൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് BJPയുടെ കൂടെയാണ്. അവർക്കെതിരെയുള്ള കേസുകളൊക്കെ നിർത്തിവെച്ചു. അവരൊക്കെ ഇപ്പോൾ അഴിമതിക്കാരല്ലാതെയായി. അവരെയൊക്കെ വെള്ളപൂശി ഇവർ കൂട്ടപ്പിടിച്ചു. ഇപ്പോൾ അഴിമതി ഇല്ല എന്ന് പറയുന്ന BJPയുടെ പ്രതിനിധി തന്നെ CAG റിപ്പോർട്ട്, കൽക്കരിയുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെടെ നിരവധി CAG റിപ്പോർട്ടുകൾ ഇനി പാർലമെന്റ് സമ്മേളനം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെക്കണ്ട എന്ന് തീരുമാനിച്ചൊരു സർക്കാരിന്റെ പ്രതിനിധിയാണ് താങ്കൾ. ആ ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് താങ്കൾ. പ്രധാനമന്ത്രിയുടെ PM കെയർ ഫണ്ടിലേക്ക് വരുന്ന ഫണ്ട് എവിടെ നിന്നാണോ എങ്ങനെയാണോ ചെലവഴിക്കുന്നത് എന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ഒന്നുമില്ല. ആർക്കാണ് ഈ പണം ചെലവഴിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി ഒരു നടപടി എടുക്കുന്നത് വരെ നിർബാധം തുടർന്നു. അപ്പോൾ അഴിമതി ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ അഴിമതിയായിട്ട് മാറിയിരിക്കുക. BJPക്ക് മാത്രം മുഴുവൻ അഴിമതിയും ഒന്നിച്ച് അവരൊരു സ്ഥാപനവൽക്കരിച്ച് BJP നേതൃത്വം കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിലേക്ക് മാറുന്നു. ഞാൻ ആ വിഷയം അവിടെ നിർത്തുക. പക്ഷേ അഴിമതിക്കെതിരെ നിങ്ങൾ സംസാരിച്ച് കേരളത്തിലെ ആളുകൾക്ക് അരി പോലും കൊടുക്കാത്ത സാഹചര്യത്തിലേക്ക് ഇന്ന് എത്തിയിരിക്കുക. കേരളത്തിലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്ക് അടക്കം FCI ഗോഡൌണിൽ നിന്ന് കൊട്ടേഷൻ സ്വീകരിച്ചുകൊണ്ട് അരി കൊടുക്കുന്ന സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഏതാനും സ്വകാര്യ ആളുകൾക്ക് കൊടുത്തുകൊണ്ട് BJP ആഗ്രഹിക്കുന്ന രീതിയിൽ അരി വിതരണം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. കേരളത്തിലെ ആളുകളുടെ അരി പോലും നിഷേധിക്കുന്ന രീതിയിലേക്ക് തീരുമാനമെടുക്കുന്ന ഒരു സർക്കാർ, എന്നിട്ട് നിങ്ങൾ ഭാരത് റൈസ് എന്ന് പറഞ്ഞ് ബ്രാൻഡ് നെയിം ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ നടക്കുന്ന ഒരു സർക്കാരാണ്. അതിൻ്റെ പ്രതിനിധി, പാർട്ടിയുടെ പ്രതിനിധി ആവേശത്തോടെ പറയുകയാണ് BJP ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ 2 അക്കം കിടക്കുമെന്ന്. പക്ഷേ ഞാൻ അല്പം മുമ്പ് കണ്ടത് PC ജോർജ് എന്ന് പറഞ്ഞ BJPയുടെ നേതാവ്, ഇപ്പോൾ അദ്ദേഹം BJPയുടെ നേതാവാണല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞത് 5 സീറ്റിൽ കൂടുതൽ വരില്ല, അതിനപ്പുറത്ത് പറയാനായിട്ടുള്ള ആളുകളൊക്കെ മണ്ടന്മാരാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവർക്ക് തന്നെ ഒരു ധാരണയില്ല എത്ര സീറ്റ് കിട്ടുമെന്ന്. ഇനിയിപ്പോൾ കേരളത്തിലെ നേതാക്കന്മാർ പാഞ്ച് എന്ന് പറഞ്ഞത് മോദിജിക്ക് അത് വേറെ ആയിട്ട് തോന്നിയതാണോ എന്നും അറിയില്ല നമുക്ക്. അപ്പോൾ അതിൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ. പിന്നെ പാവപ്പെട്ടവർക്ക് കൊടുത്ത കാര്യത്തെക്കുറിച്ചിട്ട്, പാവപ്പെട്ടവർക്ക് ഇവിടെ തൊഴിൽ കിട്ടിയില്ല. തൊഴിലില്ലായ്മയിൽ ഈ രാജ്യം ഏറ്റവും വലിയ
കുഴിയിലേക്കാണ്, പടുകുഴിയിലേക്കാണ് പോകുന്നത്. 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലേക്ക് സാധാരണ കുടുംബങ്ങളുടെ അവരുടെ നിക്ഷേപം, അവരുടെ സ്വരുക്കൂട്ടി വയ്ക്കുന്ന അവരുടെ നിക്ഷേപം, ജീവിതത്തിൽ അവർക്ക് ബാക്കി ഉണ്ടാകുന്ന നിക്ഷേപം, അത് 47 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് പോവുക. ആളുകളുടെ കയ്യിൽ, അവരുടെ കയ്യിൽ ഒന്നും ബാക്കിയില്ല. കിട്ടുന്നത് അന്നു തന്നെ ചെലവഴിക്കപ്പെടുന്ന സാഹചര്യം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിരൂക്ഷമായിട്ടുള്ള ജീവിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വിലക്കയറ്റമാണ്. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ജീവൻ രക്ഷാ മരുന്നുകൾക്കൊരു വിലക്കയറ്റം. ഇവിടെ ഓരോ ഗ്യാരണ്ടിയും, താങ്കൾ മോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ചിട്ട് അത് സംസാരിച്ചല്ലോ. മോദി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും അതിനു മുമ്പത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞ ഒരുപാട് ഗ്യാരണ്ടികളുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ 35 രൂപയ്ക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഗ്യാസ് 440 രൂപ ഗ്യാസ് UPA ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടായിരുന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്ത നേതാക്കന്മാരെ ഒന്നും വഴിയിൽ കാണാനില്ല. ഇന്ന് 1200 രൂപ കൊടുക്കണം ഒരു ഗാർഹിക സിലിണ്ടർ കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾ നേട്ടം അവകാശപ്പെടുമ്പോൾ തന്നെ സാധാരണക്കാർ വീണ്ടും പട്ടിണിയുടെ പടുകുഴിയിലേക്ക് തള്ളപ്പെടുന്നു, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. എന്നിട്ടും നിങ്ങൾ യാതൊരു മടിയുമില്ലാതെ പറയാണ് മോദിജിയുടെ ഗ്യാരണ്ടി എന്ന്. മോദിജി ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് അവഗണനയും പട്ടിണിയുമാണ് സംഭാവന ചെയ്തത്. അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി ആയിട്ട് കൊടുത്തത് അത് മാത്രമാണ്. ശരി, ഞാൻ മറ്റ് അതിഥികളിലേക്ക്